ജെൻഡർ കമ്പാഷൻ സൊസൈറ്റി എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കാൻ 3 വ്യക്തിത്വങ്ങൾ എത്തിയിട്ടുണ്ട്. ആദ്യമായി ജിയോ ബേബി സാർ, സിനിമാരംഗ സംവിധായകൻ, തിരക്കഥാകൃത്ത്, അഭിനേതാവ് എന്നീ നിലകളിൽ പ്രശസ്തനായ ജിയോ ബേബി സാറ് ട്രാൻസ്ജെൻഡർ ഫെഡറേഷൻ ഓഫ് കേരളയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും കേരള സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗവുമായിട്ടുള്ള ശ്യാമ എസ് പ്രഭ മാമാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായി JRF ലഭിക്കുന്ന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തി കൂടിയാണ് അദ്ദേഹം. സ്വാഗതം. തുല്യത രാഷ്ട്രീയം ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന ശ്യാമ എസ് മാം. അടുത്ത ഷിത ജഗത് മാമാണ്. നമുക്കിത്ര പരിചിതമായിട്ടൊരു മുഖമാണ് മാമിന്റെ. 15 വർഷത്തോളമായി ജേർണലിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയാണ്. ഇന്ത്യ വിഷനിൽ കരിയർ ആരംഭിച്ച് ഇന്ന് മീഡിയ വണ്ണിൽ റിപ്പോർട്ടറായി തുടരുന്നു. സ്വാഗതം ഷിത ജഗത്. ആദ്യ ചോദ്യം ജിയോ ബേബി സാറിനോടാണ്. കമ്പാഷന്റെ തുടക്കം വീട്ടിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിന്റെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആയാലും കാതലായാലും ഈ സിനിമകളിലൊക്കെ കുടുംബത്തിൽ നിന്ന് അവർക്കൊരു സ്വാതന്ത്ര്യമോ കരുണാർദ്രമായ ഒരു സമീപനമോ ഉണ്ടാകുന്നില്ല. സൊസൈറ്റിയുടെ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന രീതിയിൽ കുടുംബത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇത് എത്രത്തോളം ഉണ്ട്? ഒരു പരിപാടിയിൽ സംസാരിക്കാൻ മാത്രം ഉള്ള അത്രമാത്രം ഇൻഫോർമേറ്റീവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് തന്നെയാണ് പഠിക്കുന്നത്. അപ്പം ഇത്തരം ചർച്ചകളുടെ ഭാഗം ആകുന്നതിലൂടെ അവിടെ തന്നെ ഇരിക്കുന്ന, അതായത് നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു പലതരത്തിലുള്ള അറിവുകളുടെ ഒരു കൂടിച്ചേരലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഇവിടെ വന്ന് ഇതിനെക്കുറിച്ചെല്ലാം ഭയങ്കരമായിട്ട് ഭയങ്കര ധാരണയുള്ള ആളല്ല. ഈ സൊസൈറ്റിയോടൊപ്പം മൂവ് ചെയ്യുന്നു. ഇത്തരം എപ്പോഴും ശ്രദ്ധിക്കുകയും ആശങ്കയുണ്ടാകുകയും പേടിയൊക്കെ ഉള്ളൊരു മനുഷ്യനായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആർട്ടിൽ ഇതൊക്കെ വരുന്നുണ്ട്. ഈ ചോദിച്ച ചോദ്യം ഞാൻ ചിന്തിക്കുന്നത് അത് ചോദിച്ച ചോദ്യത്തിലെ പോലെ തന്നെയാണ്. എല്ലാത്തിൻ്റെയും തുടക്കം, എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം, ഇന്ന് ലോകത്ത് യുദ്ധം ഉണ്ടാകുന്നതിന് വരെ കാരണം കുടുംബങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എല്ലാ കുടുംബത്തിൽ വളരുന്ന കുട്ടികൾ കുടുംബത്തിൽ നിന്ന് പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ് വരെ വീട്ടിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 4 വയസ്സ് വരെ, ഇപ്പോൾ അതിലും കുറച്ചുകൂടെ പ്രായം കുറഞ്ഞു, പിന്നെ സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടെയും ഒരു തരത്തിലുമുള്ള ഒട്ടും ഫ്രണ്ട്ലി അല്ല, ജെൻഡർ വൈസ് ഫ്രണ്ട്ലി അല്ല. ഒരു തരത്തിലും യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാത്ത തരം ജനറേഷനെ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളാണ് ഈ കുടുംബവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ. നമ്മൾ ഈ കുടുംബത്തിന് ആവശ്യമില്ലാത്ത മഹത്വം കൽപ്പിച്ച് കൊടുത്തിട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് എത്തുന്ന സ്ഥലമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാലയം എന്ന് പറയുന്നത്. അവിടെയും നമ്മൾ ആവശ്യമില്ലാത്ത എന്താ പറയുക, അധ്യാപകർ എന്ന് പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. അപ്പം അധ്യാപകർ പഠിപ്പിക്കുന്നവരാണ്, അവരെല്ലാം തികഞ്ഞവരാണെന്നൊക്കെയുള്ള മിഥ്യാധാരണ ഇതേപോലെ മോശമായി പഠിച്ചു വന്ന ഒരു ജനറേഷൻ തന്നെയാണ് അധ്യാപകരുമായിട്ടുള്ളത്. അവർ ഓരോരോ വ്യക്തികളുടെ കുറ്റമല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം തുടക്കം കുടുംബത്തിൽ തന്നെയാണ്. കുടുംബം അഴിച്ചു പണിയേണ്ടതുണ്ട്. കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡീകൺസ്ട്രക്ട് ചെയ്യേണ്ടതുണ്ട്. കുടുംബം ഇല്ലാതാവണം, കുടുംബത്തിനെതിരെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത്തരം സിനിമകൾ ചെയ്യുമ്പം നമ്മൾ കേൾക്കുന്ന അധിക്ഷേപങ്ങൾ. അങ്ങനെയല്ല. നമ്മൾ ഇത് കുറെ കൂടെ എന്താ പറയുക, സമത്വമുള്ള ഒരു ഇടമാകണം, പുരുഷാധികാരത്തിന്റെ കേന്ദ്രമല്ലാതാവണം. അപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാവുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അടുത്ത ചോദ്യം ശ്യാമ മാമിനോടാണ്. മാം, ഇപ്പം സാർ ഫാമിലിയുടെ കാര്യം പറഞ്ഞു. ഫാമിലിയോടൊപ്പം തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് സ്കൂൾ ജീവിതവും. ഇപ്പം മാമിൻ്റെ ഇന്റർവ്യൂകൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സ്കൂളുകളിൽ നിന്നും കുട്ടികളുടെ ഭാഗത്തു നിന്നായാലും ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു പെരുമാറ്റം എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ. അപ്പം അത് നമുക്ക് മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? പിന്നെ അതുപോലെ ഇപ്പോഴത്തെ കാലത്ത്, ഇപ്പം മാറി വരുന്ന കാലത്ത് ഈ മാറ്റങ്ങൾ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ജെൻഡർ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു സ്ത്രീ ശാക്തീകരണം എന്ന മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജെൻഡറിന്റെ ഇന്റർസെക്ഷനാലിറ്റിയെ പറ്റി നമ്മൾ ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നു.
അല്ലെങ്കിൽ ആ ഇന്റർസെക്ഷനായിട്ട് യോജിക്കുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളുടെ ഒക്കെ ഫലമായിട്ടൊക്കെ തന്നെ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും ജെൻഡർ ബൈനറി ആണ് എന്ന് തന്നെ കണ്ടുകൊണ്ട് മനുഷ്യരെ സമീപിക്കുന്ന, അത് എനിക്ക് തോന്നുന്നു ഫാമിലി എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മിനിയേച്ചർ ഫോം എന്നുള്ള നിലയിൽ അടുത്ത വീട്ടിലെ കുട്ടി ജനിച്ചാൽ ആണാണോ പെണ്ണാണോ എന്നാണ് ആദ്യം ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ആണും പെണ്ണും ആണ് എന്ന് നമ്മൾ ഒരു ബൈനറിയിലേക്ക് വരച്ച് ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ഏറ്റവും ചെറിയ പ്രായം തൊട്ട് മുന്നോട്ടുള്ള വളർച്ചയിലൊക്കെ തന്നെ നമ്മൾ കൃത്യമായി ജെൻഡർ ഇമ്പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ പറയുന്ന സോഷ്യലി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന പുരുഷനാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന, പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന സ്റ്റീരിയോടിപ്പിക് കൺസ്ട്രക്ട് സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ കാലങ്ങളായിട്ട് ഈ പറയുന്ന ഒരു ജനറേഷൻ അടുത്ത ജനറേഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൺ എന്ന് പറയുന്ന ആൾ, അയാൾക്ക് മീശ ഉണ്ടാവണം, താടി ഉണ്ടാവണം, അയാൾ എന്ത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ കെൽപ്പുള്ള മനുഷ്യനായിരിക്കണം, അയാൾ കരയാൻ പാടില്ല, അങ്ങനെയുള്ള ചില ക്വാളിറ്റീസ് സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് അടക്കം അറിയാം, എത്ര കണ്ട് നമ്മൾ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന സമയത്തും ഇന്നും വീടുകളിൽ സ്ത്രീകൾ അങ്ങേയറ്റം ഈ പറയുന്ന ആൺതാഴ്ത്ത സമൂഹത്തിന്റെ തീവ്രമായ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികളുടെ സമദർശന്റെ ഭാഗമായ ഒരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞത്, എന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീവിരുദ്ധത പഠിപ്പിക്കുന്നത്, അടിച്ചേൽപ്പിക്കുന്നത് എൻ്റെ അമ്മയാണ് എന്നാണ്. കാരണം അമ്മയ്ക്ക് അത് അമ്മയുടെ അമ്മയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളോട് നമ്മൾ പറയുന്നത്, നീ അടുത്ത വീട്ടിൽ വേറൊരു വീട്ടിൽ പോയി ജീവിക്കേണ്ട ആളാണെന്നാണ്. നിരന്തരം വൽക്കരണത്തിന്റെ ഒരു ഈ മെസ്സേജ് തന്നെ പലപ്പോഴും പെൺകുട്ടികൾക്ക് കൊടുക്കുകയും ആ രീതിയിൽ സ്ത്രീ എന്ന് പറയുന്ന മനുഷ്യരെ ഈ പറയുന്ന സാമൂഹ്യ പദവി പോലും കൽപ്പിക്കുന്ന സമയത്ത് രണ്ടാം തരം പൗരത്വത്തിലേക്ക് ചുരുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട്. അവിടെയാണ് നമ്മൾ ഈ ട്രാൻസ്ജെൻഡർ അടക്കമുള്ള മനുഷ്യരുടെ വിസിബിലിറ്റിയെ പറ്റി സംസാരിക്കേണ്ടി വരുന്നത്. സുപ്രീം കോടതി 2014 ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് കൊണ്ടിരുന്നു. അതിനുശേഷം കുറേയധികം ഡെവലപ്മെന്റ്സ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഓഫ്കോഴ്സ് കേരളത്തിലും അത്തരത്തിൽ തന്നെ വലിയൊരു ദൃശ്യത ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ന് ഒരുപാട് പേർ കമൗട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഐഡന്റിറ്റി എങ്ങനെയാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഈ നിലനിൽക്കുന്ന ഓരോ സോഷ്യൽ സ്ഫിയറിലും സംഭവിച്ചിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നു പറയുന്നത് ആ ഒരു സോഷ്യലൈസേഷന്റെ ഭാഗമാണ്. ആ ഒരു സോഷ്യലൈസേഷൻ സമൂഹത്തിന്റെ വിവിധ സാമൂഹ്യ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗം തന്നെ ആ ഇതിലുള്ള വിസിബിലിറ്റി ഉണ്ടാകുന്നുണ്ട്. ഇനി വിസിബിലിറ്റി കൂടുന്നതിനനുസരിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ബൈനറിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ കാണുന്ന മനുഷ്യർക്ക് ഈ മനുഷ്യരെ കളിയാക്കാൻ തോന്നുക, ഉപദ്രവിക്കാൻ തോന്നുക, അപമാനിക്കാൻ തോന്നുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായി ഒരു വിഭാഗം മനുഷ്യർ തുടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. പക്ഷെ ഇതിനെ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ സാമൂഹിക വശപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിന്റെ ജീവശാസ്ത്ര പ്രത്യേക പറ്റിയാണെങ്കിലും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വൈവിധ്യങ്ങളെ പലപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പൊതുസമൂഹം മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഇടങ്ങൾ എന്ന് പറയുന്നത് 2015 ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടന്ന സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ശരിക്കും 100 കണക്കിന് ആളുകൾ അതിക്രമിക്കാൻ വരുന്ന ഒരിടമായിട്ടാണ് വിദ്യാലയങ്ങളെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പൊക്കം കുറഞ്ഞൊരു കുട്ടിയായിരുന്നു. അപ്പൊ ഞാൻ ഏറ്റവും മുടിയായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ ഈ പ്രകരിക്കുന്ന ചെക്കന്മാരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ റബ്ബർ ബാൻഡും കല്ലും പേപ്പറിനകത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇതിങ്ങനെ അടിക്കും. ഈ അടിക്കുന്ന സാധനം നമ്മുടെ ഇടുപ്പിന്റെ ഒക്കെ ഭാഗത്താണ് വന്ന് അടിക്കുന്നത്. ഒന്നിൽ കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് ഇത് വന്ന് ബോഡിയിൽ അടിച്ച സമയത്ത് ക്ലാസ്സിൽ അന്ന് നിന്ന ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞത് ഈ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ഈ രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ടെന്നാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞത് ആണിനെ പോലെയാണ് വന്നതെങ്കിൽ ആണിനെ പോലെ പെരുമാറാനും ഇടപെടാനും പഠിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് റൂമിലുള്ള മറ്റു കുട്ടികൾക്ക് ഈ എന്നെപ്പോലുള്ള മനുഷ്യരെ ഉപദ്രവിക്കാൻ ലൈസൻസ് കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അത് തിരുത്തപ്പെടാതാണെന്ന നിലപാടിലേക്ക് മാറാൻ കഴിയുന്നില്ല. പക്ഷെ അധ്യാപകരാണെങ്കിലും സമൂഹപ്രകടയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പോലീസുകാരാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തുനിന്നും കാര്യമായ വ്യത്യാസം, മനോഭാവത്തിൽ കാര്യമായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ആ വ്യത്യാസം പ്രകടമാകുന്നുണ്ട് നമുക്ക് നമ്മുടെ ആ മേഖലകളിൽ ഇടപെടുന്ന സമയത്ത്. അത്തരമൊരു വലിയ മാറ്റം സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ആന്റി മൊമെന്റും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജെൻഡറും സെക്സും തമ്മിൽ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് ജെൻഡർ പൊളിറ്റിക്സുകാരുടെ അജണ്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ട്
മറ്റു പല സംവിധാനത്തിന്റെയും മറ പിടിച്ചുകൊണ്ട് ഈ വിഷയത്തെ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം മനുഷ്യരെ പൊതു ഇടങ്ങളിൽ അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ നമുക്കിടയിൽ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അത് ആഗോളതലത്തിലും ഒക്കെ അത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇവിടെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആ രീതിയിൽ അത് പഠനങ്ങൾക്ക് വിധേയമാക്കണം എന്നവർ ആവശ്യപ്പെടുന്ന സമയത്ത് കോടതികളാണെങ്കിലും രാജ്യത്തെ ജുഡീഷ്യറി ആണെങ്കിലും പൊതുവായി പറയേണ്ട ഇപ്പം ഇന്ത്യൻ സൈക്കാട്രിക് സൊസൈറ്റി ആണെങ്കിലും അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ ആണെങ്കിലും ഒക്കെ അവർക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ വിശദമായി ശാസ്ത്രീയപരമായി തന്നെ പറഞ്ഞു വെച്ചിട്ടതും അവർ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ പറയുന്ന മോഡേണിറ്റിയെ റിജക്ട് ചെയ്യാനും മസ്കുലിനിറ്റി എംബ്രേസ് ചെയ്യാനും ഒക്കെ പൊതുസമൂഹത്തെ ആഹ്വാനം ചെയ്യുന്ന ഒരു വിഭാഗം മനുഷ്യരുടെ ഇടപെടലാണ്. മറിച്ച് നമുക്ക് എല്ലാ മനുഷ്യരിലും ഈ പറയുന്ന ആണത്വവും പെണ്ണത്വവും ഒക്കെ ഉണ്ട്. അതിന്റെ ഏറ്റക്കുറച്ചിലാണ് മനുഷ്യരിൽ ഉണ്ടായിട്ടുള്ളത്. കുട്ടി ജനിക്കുന്ന സമയത്ത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാതെ അത് മനുഷ്യനാണോ എന്ന് ചോദിക്കാനുള്ള പാകപ്പെടലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ അടക്കം ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആ രീതിയിലാണ് വലിയൊരു മാറ്റം സമൂഹത്തിൽ വിസിബിൾ ആവുള്ളൂ. താങ്ക് യു മാം. അടുത്ത ചോദ്യം ഷിത ജഗത് മാമിനോടാണ്. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വ്യക്തി എന്ന നിലയിൽ പരിഗണിക്കാതെ ലിംഗപരമായിട്ടുള്ള ഒരു സമീപനമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. മാമിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ന്യൂ ഇയറിലൊക്കെ രാത്രി പോകുന്ന സമയത്ത് നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് എന്തിനാണ് രാത്രി വരുന്നത് അങ്ങനെ. പക്ഷെ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പം ആ മാറ്റങ്ങൾ എങ്ങനെയാ കാണുന്നത്? നല്ല മാറ്റങ്ങളാണോ? എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്? എല്ലാവരും നമസ്കാരം. ഞാൻ ഇവിടേക്ക് ആദ്യമായിട്ടാണ് ഈ ഗസ്റ്റ് റോളിൽ വരുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പലപ്പോഴും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ വാർത്തകൾ, ഈ ക്യൂരിയോസിറ്റും പെൻ ആൻഡ് പാലിറ്റീവ് ആയിട്ടുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരാറ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സെഷനിലേക്ക് വരുന്നത്. സന്തോഷമുണ്ട് അതിൽ വിളിച്ചതിൽ. ഇപ്പം ഇവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങും. ഒരു കുടുംബത്തിന്റെ നമ്മുടെ ഈ എപ്പോഴും ഒരു സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രമിക്കുക ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ്. ഇപ്പൊ നമ്മൾ വീട്ടില് കുട്ടിക്കാലം മുതലേ വളർന്നു വരുമ്പോൾ പോലും ഒരു പെൺകുട്ടിയാവുമ്പം എനിക്കുണ്ടാകുന്നൊരു എന്നെ വളർത്തമാരിയല്ല എൻ്റെ അനുജനെ വളർന്നത്. കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അവന് എപ്പോഴും എവിടെയെങ്കിലും പോവാം, രാത്രിയിലൊക്കെ പോവാം. എനിക്കത് പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. നമ്മുടെ കുട്ടിക്കാലം എന്നൊക്കെ പറയുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് അത് അവനെ പോലെ എനിക്ക് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വളരുന്നത്. അപ്പൊ ഇതിൽ എനിക്ക് റിമാർക്ക് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഭയങ്കര വിവാദമായിരുന്നു. ഒരു മീനിന്റെ കഥയാണ്, മീൻ കൊടുത്തത്. പക്ഷെ എല്ലാവരും അതിനെ കണ്ടു ഒരു മീൻ കിട്ടാത്തതിന് നിങ്ങൾ ഇങ്ങനെ പറയാണോ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാവുന്ന ഒരു സമത്വത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ എപ്പോഴും മുൻപ് കാലം മുതലേ വീട്ടിൽ അമ്മ പറഞ്ഞിട്ടുണ്ട്, പണ്ട് അവര് ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ അച്ഛമ്മയും അവരുടെ അമ്മായിമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യം, വീട്ടിൽ ആണുങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കഴിക്കുക, ബാക്കി മീനായാലും എന്നാൽ ഇതിപ്പം എങ്ങനെ ട്രോളാവും അറിയില്ല. കാരണം ഇത്തരം സാധനങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ പുറത്ത് പ്രചരിപ്പിക്കുന്നുണ്ടാവും. അപ്പം അത് ഏറ്റവും താഴേക്കിടിലായ സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സമൂഹത്തിന്റെ അകത്ത് നിന്ന് നമ്മൾ ഇത്രയും മാറിയിട്ടുണ്ട്. നമ്മളിപ്പോ എനിക്ക് 2 ആൺകുട്ടികളാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അവരെ വളർത്തുന്നത് എന്ന് പറയുന്നത് വളർത്തുന്നവരെ പഠിക്കുന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരെങ്ങനെ ആളുകളോട് സമത്വത്തോട്, സ്ത്രീയും പുരുഷൻ തുല്യമാണ്, സ്ത്രീയും പുരുഷനും എന്നുള്ളതല്ല. ഇപ്പോൾ ഏത് ജെൻഡർ എന്ന് പറയുന്നത് നമ്മൾ ബൈനറി ആയിട്ട് നമ്മൾ ആണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് ഉൾപ്പെടെ അവരെ പറഞ്ഞു പഠിച്ച് അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ട്, എല്ലാ മനുഷ്യനും തുല്യമായുള്ള പ്രാതിനിധ്യമുണ്ട്, തുല്യമായുള്ള സമത്വം എന്നുള്ളത് എല്ലാവർക്കും വേണ്ടതാണ്. അത് നീ പുരുഷനായതുകൊണ്ട്, നിങ്ങൾ ആൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾ വലിയ എന്തോ മുന്തിയ ആൾക്കാരാണ് എന്നുള്ളതല്ല പറയാറ്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ പഠിപ്പിക്കും. അപ്പം ഏറ്റവും താഴെയുള്ള ഏറ്റവും കുടുംബത്തിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത് തന്നെ അങ്ങനെയായാലും ഒരു പക്ഷേ ഇനി വരുന്ന സമൂഹത്തിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോഴും നമ്മൾ പലപ്പോഴും ആൺകുട്ടി കളിക്കാൻ കൊടുക്കുന്നു, കുട്ടിയെ കളിക്കാൻ കൊടുക്കുന്ന കിച്ചൺ സെറ്റൊക്കെ പെൺകുട്ടിയെ കളിക്കുന്നത് വെച്ചിട്ട് ചോറും കറിയും ഉണ്ടായി കളിച്ചോളൂ എന്ന് പറയുന്നത് ഇപ്പോഴും മാറിയില്ല, പലപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ വളർന്നു വരുന്നത്, നമ്മുടെ സൊസൈറ്റി വളർന്നു വരുന്നത്. നേരത്തെ ഒക്കെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്റർവ്യൂവിന് പറഞ്ഞ ന്യൂ ഇയർ ദിവസങ്ങൾക്ക് നമ്മൾ അത്രയും ബഹളമായിരിക്കും. ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ നമ്മൾ ജീവിക്കും. പുരുഷാരമാണ് അവിടെയൊക്കെ ഉണ്ടാവുന്ന ഒരു പുരുഷാരമാണ്. ആ പുരുഷാരത്തിനുള്ളിൽ നമ്മൾ പെട്ടുപോയാൽ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ആശങ്കകൾ സ്വാഭാവികം. ഞാൻ അത്തരം ഒരു അനുഭവത്തിലൂടെ വന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അതിജീവിക്കാൻ
ജീവിക്കാനുള്ളൊരു കരുത്ത് നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഏതൊരു ജോലിയും പോലെയും എന്റെ ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. ഏതൊരാളെ പോലെയും പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള ഒരു ആൺകുട്ടിയെ വേർതിരിച്ചുള്ള അത് അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, ഞാൻ ചെയ്യുന്നതിൽ എവിടെയാണ് തെറ്റ് എന്നുള്ളത് ഞാൻ ചോദിക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ആ ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ കൂടുതൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പം എല്ലാ സമയത്ത് പോലും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മുടെ സമൂഹം മാറി വരുന്നുണ്ട്. അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാണ്, നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം മനോഹരമായൊരു ഫോട്ടോ കണ്ടിരുന്നു, ഞാൻ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. മെദിനിയും നിലമ്പൂർ ആയിഷയും തമ്മിലുള്ള ഒരു ഫോട്ടോ. നമ്മുടെ മുന്നിലുള്ള രണ്ട് ജീവിക്കുന്ന വിപ്ലവകരമായ ആളുകളാണ് അവർ രണ്ടുപേരും. കാരണം നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തിലെയല്ല അവർ ജീവിച്ചു. അവർ രണ്ടുപേരും അവരുടെ വ്യവസ്ഥിതിയോടും സാമൂഹ്യ അവസ്ഥയോടും എല്ലാം പടവെട്ടി വന്ന ആളുകളാണ്. അപ്പൊ നമുക്കൊക്കെ മാതൃകയായുള്ള ആളുകളാണ് അവർ. ഇപ്പോഴും ഒരു കൂട്ടം ആളുകൾ നമ്മളിപ്പോഴും ആ രീതിയിലേക്ക് തളച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരു വിഭാഗം ആളുകൾ പുരോഗതിയിലേക്ക് തുല്യതയിലേക്കും ഒക്കെ വരുന്ന സമയത്ത് പോലും പിന്തിരിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമം നടക്കുന്നുണ്ട്. അതിനിപ്പോ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളത് ഈ കാണുന്ന യൂത്താണ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു കരുത്തോടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് മുന്നേറാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു മാം. അടുത്ത ചോദ്യം ജിയോ ബേബി സാറിനോട്. പണ്ടത്തെ അപേക്ഷിച്ച് ലിംഗവൈവിധ്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അറിവുകൾ ലഭിക്കുന്ന പഠനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നുള്ളത് സംശയമാണ്. ഒരു വിഭാഗം മാറ്റങ്ങൾക്ക് വിധേയരാകുമ്പോഴും മെജോറിറ്റി മാറാതെ നിൽക്കുന്നുണ്ട്. അപ്പം ജെൻഡറിന്റെ കാര്യത്തിൽ സൊസൈറ്റി എത്രത്തോളം കമ്പാഷനേറ്റ് ആയിട്ടുണ്ട്? കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ പറഞ്ഞതുപോലെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ മാറ്റങ്ങൾ നിങ്ങളിവിടെ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു 20 വയസ്സൊക്കെ ഉള്ള പെൺകുട്ടികളും ആൺകുട്ടികളും, അല്ലെങ്കിൽ എല്ലാത്തരം ആ ഒരു പ്രായത്തിലുള്ള മനുഷ്യരും കൂടുതലും പേരൻസുമായിട്ട് എപ്പോഴും ഒരു തരം ആർഗ്യുമെന്റ്സ് ആയിരിക്കും. സോ ഇപ്പൊ കാതൽ എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കാണുന്നു, അല്ലെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു റിയാലിറ്റി ഒരിക്കലും സിനിമയിലെ പോലെ ആയിരിക്കത്തില്ല. ഇപ്പം LGBTQIA+ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ ഇപ്പം നമ്മൾ ഈ സ്ത്രീ സമത്വത്തിന്റെ കാര്യം എപ്പോഴും പറയും. അതിന് ഒരുപാട് വേദികളും ഉണ്ട്, ഒരുപാട് ഇടങ്ങളുണ്ട്. പക്ഷേ ഈ മനുഷ്യരെ ചേർത്ത് നിർത്തേണ്ട, ഈ കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്തേണ്ട കാര്യം വരുമ്പോൾ പുരോഗമനത്തിന് വേണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുള്ളതല്ലാതെ വ്യക്തിപരമായി അല്ലെങ്കിൽ സ്വന്തം കാര്യം വരുമ്പോൾ തങ്ങളുടെ വീട്ടിലെ കാര്യം വരുമ്പോൾ ഇവിടെയൊക്കെ എവിടെയാണെന്നുള്ളത് വലിയ നമുക്ക് ഒരിക്കലും ഒരു സ്ത്രീ ആയതുകൊണ്ട് നേരിടുന്ന പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ അല്ലാത്ത ജെൻഡറിലേക്ക് പോകുമ്പോൾ ഉള്ള ഈ കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളും ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആയുസ് എത്തുന്നതിന് മുന്നേ കൊല ചെയ്യപ്പെടുകയോ സ്വയം മരിക്കുകയോ ഒക്കെ ചെയ്യേണ്ട വരുന്ന അവസ്ഥ ഒരു സമയത്തുണ്ടായിരുന്നു. ഇപ്പം അതിൽ നിന്ന് കുറേയൊക്കെ മാറി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പൊ സൊസൈറ്റി ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന തന്നെ പറയണം. പക്ഷെ മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ പിന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും സൊസൈറ്റി കാണിക്കുന്നുണ്ട്. അത് എപ്പോഴും നമുക്ക് എപ്പോഴും പുതിയ തലമുറ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണല്ലോ, ഈ ജനറേഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ ജനറേഷനെ ഇതിൻ്റെ അകത്തുനിന്ന് വലിച്ചെങ്ങെങ്കിലും ആ പഴമയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പേരൻസ് കിടന്ന് എന്താ പറയുക ചക്രശ്വാസം വലിക്കുന്നുണ്ട്. പേരൻസ്, ഞാൻ എപ്പോഴും ചില വിഭാഗങ്ങളെ കുറ്റം പറയാതിരിക്കാൻ പറ്റില്ല. അവർ ജീവിച്ച 40 വർഷമോ 20 വർഷമോ 30 വർഷമോ 50 വർഷം മുന്നേ ഉള്ള കാലത്തിലെ ചിന്താ രീതിയാണ് ശരിയെന്നും പറഞ്ഞ് ഇപ്പൊ മാറി ചിന്തിക്കുന്ന മക്കളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അധ്യാപകർ ശ്രമിക്കുന്നുണ്ട്, അതോറിറ്റി എല്ലാ സ്ഥലത്തും ശ്രമിക്കുന്നുണ്ട്, കുഴിക്കുന്നുണ്ട്. ഓട്ടോഗ്രാഫ് എഴുതാൻ പാടില്ല എന്ന് വന്ന വാട്സപ്പ് സന്ദേശം ഞാൻ കണ്ടു എന്ന് പറയുന്നത് പോലെ കുട്ടികൾ മോശമായ ഭാഷ ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് അതിന്റെ ന്യായീകരണങ്ങൾ. കാരണം ഇതില് ഒരു ഓർമ്മകൾ പോലും സൂക്ഷിക്കേണ്ട ഈ തലമുറ എന്ന് ചിന്തിക്കാൻ ഉണ്ടാകുന്ന ഇന്നത്തെ നമ്മുടെ അധ്യാപകര ശ്രേഷ്ഠരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ PTA-ലൊക്കെയുള്ള മനുഷ്യർ കൂടി ഇരുന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷവും ഇതിനോടൊപ്പം തന്നെ ഉണ്ടെന്നത് മനസ്സിലാക്കണം. ഇപ്പൊ എൻ്റെ മോൻ പഠിക്കുന്നത് 4ാം ക്ലാസ്സിൽ, എൻ്റെ മോള് പഠിക്കുന്നത്
KG. അവിടെ എറണാകുളത്തായതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന തൊഴിൽ വാട്സപ്പ് സന്ദേശം വന്നപ്പോൾ ഞാനതിൽ അങ്ങനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനി ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൂടിച്ചേർന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അധ്യാപകർക്ക് അടിക്കാനുള്ള അവകാശമുണ്ട്, അത് കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി എന്നുള്ള തരത്തിൽ ഉള്ള ഒരു പൊതു തീരുമാനത്തിലേക്ക് ആ ഒരു സമൂഹം എത്തിച്ചേരുക. അപ്പോൾ നമ്മൾ അതേ സമയം ഇരുന്ന് പറയുകയാണ് നമ്മളിത് ജെൻഡറിന്റെ കാര്യത്തിലും മറ്റേതിലും പുരോഗമിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേപോലെ നമ്മൾ പിന്നോട്ടുള്ള അല്ലെ പിന്നെ വലിക്കുന്ന കാര്യങ്ങളും ഒരേപോലെ നടക്കുന്നുണ്ട്. മുന്നേറാതെ നിവൃത്തിയില്ലല്ലോ, നമുക്ക് മുൻപോട്ട് പോയേ പറ്റുള്ളൂ. അതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി എല്ലാം നേരത്തെ പറഞ്ഞ് ഒരുമിച്ച് ശ്രമിച്ച് മുമ്പോട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. ഇതിപ്പോ ഒരു ശ്രീതാൻ പറഞ്ഞു, ഒരു കുട്ടി ജനിക്കുമ്പം ആൺകുട്ടിയും രീതി പെൺകുട്ടിയും രീതി എന്നുള്ള രീതിയിലൊക്കെ വളർത്തുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു വളർത്തുന്ന സാഹചര്യം വരുമ്പോൾ അവർക്ക് കുറച്ച് വളരുമ്പോഴത്തേക്കും തന്റെ ജെൻഡർ എന്താണെന്ന് തിരിച്ചറിയാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം താൻ ഇങ്ങനെ പെരുമാറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, അതുപോലെ അങ്ങനെ തന്നെ വേറൊരു രീതിയിൽ കാണുന്നു. മീൻസ് ഇത് പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്തത്, ആൺകുട്ടിയാണ്. അപ്പം അതിനപ്പുറത്തേക്ക് എനിക്ക് വ്യത്യാസം ഉണ്ടല്ലോ എന്ന് വരുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാക്കി പെരുമാറാൻ. അപ്പൊ ഇനി വരുന്ന പുതിയ മാതാപിതാക്കളോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ആ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ? ഏറ്റവും പ്രധാനം ശരിക്കും ഈ വാർപ്പ് മാതൃകകളെ പിന്തുടരാതിരിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ സമൂഹം കാലങ്ങളായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വാർപ്പ് മാതൃകയെ തന്നെ നമ്മൾ ഇന്നും തുടരുന്ന സമയത്താണ് യാതൊരു തെറ്റും അല്ലെങ്കിൽ അവരുടേതല്ലാത്ത കാരണം കൊണ്ട് അത്തരം വൈവിധ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യർ പല രീതിയിൽ തഴയപ്പെടുന്നത് എന്നുള്ളതാണ്. ശരിക്കും ഈ സെക്സ് എന്താണ്, ജെൻഡർ എന്താണ് എന്ന് ചോദിച്ചാൽ എത്ര പേർക്ക് അതിനകത്തൊരു ക്ലാരിറ്റിയോടുകൂടി ഒരു മറുപടി പറയാൻ പറ്റും എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്താണെന്ന് സെക്സ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു? സെക്സ് ശരിക്കും കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ശാരീരിക അവസ്ഥ ഏതാണെന്ന് നോക്കി നിർണ്ണയിക്കുന്നതാണ് ലിംഗനിർണ്ണയം അല്ലെങ്കിൽ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ജീവശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹോർമോൺസ് പറയാം, ഗൊണാഡുകൾ പറയാം, അങ്ങനെ കുറെ ഈ പറഞ്ഞ ക്രോമസോമുകൾ അടക്കമുള്ള ഫാക്ടേഴ്സാണ് സെക്സ് നിർണ്ണയിക്കുന്നത്. അവിടെയും നമ്മൾ ആണോ പെണ്ണോ മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ എക്സും XYയും അല്ലാത്ത ഫാക്ടർ കുട്ടികൾ ജനിക്കുന്നുണ്ട്. അപ്പൊ ഇന്റർസെക്സ് വിഭാഗത്തിൽ കുട്ടികൾ ജനിക്കുന്നുണ്ട്. രണ്ടു തരം അവസ്ഥയും അത്തരം കുട്ടികൾ പ്രൊഡക്റ്റീവ് ഓർഗൻ ആണെങ്കിൽ ഇന്റർണലി ചില യൂട്രസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഓവറി ഉണ്ടാവാം. അപ്പൊ അതൊക്കെ തന്നെ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് മനസ്സിലാക്കുന്ന പ്രായവും വ്യത്യാസമാണെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സെക്സ് നമുക്ക് ജന്മനാൽ അസൈൻ ചെയ്ത് കിട്ടുന്ന എന്താണോ അതാണ്, നമ്മുടെ ചോയ്സ് ഒന്നുമല്ല, നമ്മുടെ ആരുടെയും ചോയ്സ് അല്ല. നമ്മളാണോ എണ്ണയോ അല്ലെങ്കിൽ രംഗപ്പെട്ടോ നമ്മുടെ ആരുടെയും ചോയ്സ് അല്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം മനസ്സിലാക്കേണ്ടത്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ നിർമ്മിതിയാണ് അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്നാണ് നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആകുമ്പോഴാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആൺ പെൺ വാർപ്പ് മാതൃകകൾ സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ വാർപ്പ് മാതൃകയിൽ പെടാത്ത മനുഷ്യർ സ്വാഭാവികമായും മാനസിക രോഗികളാകുന്നു. അവർ വളർത്തുദോഷം കൊണ്ട് അങ്ങനെ സംഭവിച്ചാവുന്നു, അല്ലെങ്കിൽ ദൈവം ശപിച്ചത് കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണെന്ന് പറയുന്നു. നല്ല അടി കൊടുത്താൽ ശരിയാക്കി എടുക്കാൻ പറ്റും എന്ന് പറയുന്നു. അപ്പം ആ രീതിയിൽ ഈ വാർപ്പ് മാതൃകയ്ക്കകത്തേക്ക് വരാത്ത മനുഷ്യരെ പല രീതിയിൽ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ മനുഷ്യനും നിലനിൽക്കുന്നത്. ഇപ്പൊ ഇന്ന് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നോക്കിയില്ലേ? ഇവിടെ ഒന്നും കണ്ണാടി നോക്കിയില്ല. നോക്കാം എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്. നിന്റെ സൗന്ദര്യമുള്ള മുഖം നിനക്കൊന്ന് നോക്കിക്കൂടെ കണ്ണാടിയിൽ? നമ്മളെല്ലാവരും എന്തിനാ കണ്ണാടി നോക്കുന്നത്? ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം എനിക്ക് കംഫർട്ടബിൾ ആണോ? എൻ്റെ ഹെയർ സ്റ്റൈൽ എനിക്ക് കംഫർട്ടബിൾ ആണോ? വേറൊരു മനുഷ്യൻ നോക്കിയിട്ട് എൻ്റെ വസ്ത്രധാരണത്തിലോ എൻ്റെ അപ്പിയറൻസിലോ യാതൊരു അപാകതയും ഉണ്ട് എന്ന് പറയുകയോ ഞാൻ കളിയാക്കപ്പെടുകയോ ചെയ്യരുത് എന്നുള്ള ആത്മവിശ്വാസം ഉറപ്പിക്കാനാണല്ലോ കണ്ണാടി നോക്കുന്നത്. ഇന്ന് രാവിലെ എന്നെ പോലുള്ള മനുഷ്യർ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ 100 പേരെന്ന് 9 വിളി കേൾക്കാം, 100 പേരെ ചാന്തുകൊട്ടെന്ന് വിളിച്ചോട്ടെ, 100 പേരെ ആണും പെണ്ണും കിട്ടെന്ന് വിളിച്ചോട്ടെ എന്ന് കരുതി ഏതെങ്കിലും മനുഷ്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങും? ഇല്ല. മനുഷ്യനാണെങ്കിൽ അവർ ആത്മാഭിമാനത്തോടു കൂടി തന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് സാമ്പത്തികം ഉള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും ജാതിയിൽ താഴ്ന്നവനാണെങ്കിലും അങ്ങനത്തെ ഒരു വ്യത്യാസമില്ലാത്ത മനുഷ്യൻ എന്നുള്ള നിലയിൽ അവർ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഏതെങ്കിലും ഒരു വിഭാഗം മനുഷ്യർ ഇങ്ങനെ ഇറങ്ങി ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം എന്ന് കരുതി ഇറങ്ങി തിരിക്കില്ല എന്നുള്ളതാണ്. ഇത് നീ ആണാവണം എന്ന് നിരന്തരം പറയുന്ന സമയത്ത് എങ്ങനെയാണ് ആണാവേണ്ടതെന്ന് ആലോചിക്കുന്നത്.
സമൂഹം കളിയാക്കുന്ന സമയത്ത് ഇപ്പം ഓടുന്നത് അങ്ങനെയാണ്, നടക്കുന്നത് അങ്ങനെയാണ്, സംസാരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ആ മാതൃകയ്ക്ക് അപ്പുറത്തേക്കുള്ള ജീവിതങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഇപ്പൊ ചാന്തപൊട്ട് പോലൊരു സിനിമയൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു വിനയം എന്ന് പറഞ്ഞാൽ എത്രയോ പേർ ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രീതിയിൽ സമൂഹത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ ജെൻഡർ ബോധങ്ങൾ കാരണം ഇത്തരം മനുഷ്യർ ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ പൊതുബോധത്തെ നമ്മൾ പിന്തുടരാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ടാവുമല്ലോ, ഇല്ലേ? ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ അക്കൗണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ ജെൻഡർ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക? ഓഫ്കോഴ്സ് മെയിൽ ഓർ ഫീമെയിൽ. നിങ്ങളെ വേറൊരു സംഭവം ബാധിക്കുന്നില്ല എന്നുള്ളതാണ്, നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അത്തരം മനുഷ്യരുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നോൺ ബൈനറി പേഴ്സൺ ആണ്. എനിക്ക് മെയിലോ ഫീമെയിലോ എന്ന് പറയുന്ന കോളത്തിൽ എൻ്റെ ജെൻഡർ എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഉള്ള സ്പേസ് എവിടെയെങ്കിലും ഉണ്ടോ എന്നായിരിക്കും കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അടക്കം ഏകദേശം നിങ്ങൾ ആ മെയിൽ ഫീമെയിൽ കഴിഞ്ഞ് തൊട്ട് താഴെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. എപ്പോഴെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല ആരെങ്കിലും, കസ്റ്റം എന്നൊരു ഓപ്ഷൻ കാണും. ആ കസ്റ്റം ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 18ഓളം ജെൻഡർ അവിടെ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത്ര കണ്ട് ഈ സോഷ്യൽ കൺസ്ട്രക്ട് എന്ന നിലയിൽ നമ്മൾ പരിഗണിക്കുന്നതോടൊപ്പം അതൊരു ഇൻഡിവിജ്വൽ കൺസ്ട്രക്ട് കൂടെയാണ്. നിങ്ങൾ ആണാവണോ പെണ്ണാവണോ തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അത് വേറെ ആരെങ്കിലും പറഞ്ഞു തന്നതേ അല്ല എന്നുള്ളതാണ്. ഇപ്പൊ അസൈൻഡ് സെക്സിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ, അത് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും സംഭവിക്കുന്ന സമയത്ത് അസൈൻഡ് സെക്സുമായിട്ട് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന മനുഷ്യരാണ്. എൻ്റെ ജെൻഡറും സെക്സും ഓക്കെയാണ്, എനിക്ക് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല അതിൽ. ഞാൻ ബയോളജിക്കലി മെയിലായി തന്നെ ജനിച്ച ആളാണ്. എൻ്റെ ഈ പറഞ്ഞ 7ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിലടക്കം എനിക്ക് വലിയൊരു കോൺഫ്ലിക്റ്റ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം സമപ്രായക്കാരായ കുട്ടികളിൽ സംഭവിക്കുന്ന പല മാറ്റങ്ങളും എനിക്ക് സംഭവിക്കുന്നില്ല. ഇപ്പം ഈ രോമം വളർച്ച ഉണ്ടാവണം, ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടാവും. എനിക്ക് ഇന്ന് വരെ ആ രീതിയിൽ കാര്യമായി രോമം വളരുന്നില്ല എന്നുള്ളതാണ്. ഈ ആഡംസ് ആപ്പിൾ ശരിക്കും ബോയ്സിന് വോയിസ് മെച്യൂരിറ്റി കൊടുക്കുന്ന സാധനം എനിക്ക് ഇന്ന് വരെ അത് വിസിബിളായി പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചസ് പല രീതിയിൽ കളിയാക്കപ്പെടുന്ന സമയത്ത് എനിക്ക് വലിയ ആശങ്കയാണ്, എനിക്ക് വലിയ സംഘർഷമാണ് ഉള്ളിൽ. കാരണം ആൾക്കാർ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? ഇപ്പൊ എനിക്ക് എന്തോ വലിയ അസുഖമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ രീതിയിൽ സമൂഹം കളിയാക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന ആ വ്യക്തികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ നമ്മൾ എവിടെയും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മുടെ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമം പോലും ഇപ്പൊ എന്നെ ഒരാൾ ഏതെങ്കിലും രീതിയിൽ സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 വർഷം വരെയുള്ള തടവ് മാത്രമേ അയാൾക്ക് എന്നെ ഉപദ്രവിച്ചാൽ ശിക്ഷയായിട്ട് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഈ പറയുന്ന മാനുഷിക പരിഗണന പലപ്പോഴും ആ രീതിയിൽ പോലും നൽകപ്പെടാത്ത മനുഷ്യരായി അവശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ഓരോ ക്യൂർ വ്യക്തികളും എന്നുള്ളതാണ്. കാരണം ഓറിയന്റേഷന്റെ അടിസ്ഥാനത്തിൽ അവരത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതിനെ ആ രീതിയിൽ നിരന്തരം കളിയാക്കപ്പെടുന്നു. അത് കുടുംബമാണെങ്കിലും വിദ്യാഭ്യാസ ഇടങ്ങളാണെങ്കിലും മതമടക്കമുള്ള ഓരോ സാമൂഹ്യ സ്ഥാപനങ്ങളും ആ രീതിയിൽ സ്റ്റീരിയോടിപ്പിക്കലായിട്ട് തന്നെ ഇത്തരം വിഷയങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ മാറ്റം വരണം. ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കോത്താരി കമ്മീഷൻ എന്നൊരു വിദ്യാഭ്യാസ കമ്മീഷനുണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് വേർഡ് പറയുന്നത് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂം എന്നാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായും ഒരു വിഭാഗം അധ്യാപകരാണ്. പക്ഷെ ദിശാബോധമില്ലാത്ത എത്രയോ അധ്യാപകർ ഈ വിഷയത്തെ അങ്ങേയറ്റം പ്രശ്നവൽക്കരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ അടുത്ത ദിവസം പോലും അത്തരം ഇൻസിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കി പഠിച്ചൊരു വിഷയം, ഒരു അധ്യാപകൻ എങ്ങനെയാകാൻ പാടില്ല അയാൾ ജീവിതത്തിൽ നിന്നാണ്. നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ പഠിക്കും. ഇപ്പൊ ഞാൻ MEd കഴിഞ്ഞ ആളാണ്, MAയും MEdും ഉള്ള ആളാണ്. അപ്പൊ എന്റെ MEd വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എന്നോടൊപ്പം പഠിച്ച കുറേയധികം കുട്ടികൾ അധ്യാപകരാണ്. അവരൊക്കെ ഏതൊക്കെ രീതിയിൽ എന്നെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും കളിയാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ വിക്റ്റിമാണ്, ശരിക്കും അത് അനുഭവിച്ച ആളാണ്. അപ്പം ആ രീതിയിൽ അധിക്ഷേപിച്ച അധ്യാപകർ അവരുടെ ക്ലാസ് റൂമിലുള്ള കുട്ടികളെ ഏത് രീതിയിൽ കാണും, ട്രീറ്റ് ചെയ്യും എന്നതിനെപ്പറ്റി നമുക്ക് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഇന്ന് SCRT ഇപ്പോൾ കരിക്കുലം റിവിഷൻ നടത്തുന്ന ഒരു സാഹചര്യമാണ്. 1, 3, 5, 7, 9 ക്ലാസ്സുകളിൽ ഇപ്പോൾ റിവിഷൻ നടക്കുന്നു. ഈ റിവിഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വലിയൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും സാമൂഹ്യശാസ്ത്രം, ജീവശാസ്ത്രം, മലയാളം ഈ പുസ്തകങ്ങളിലൊക്കെ തന്നെ ട്രാൻസ്ജെൻഡർ വിഷയം ഇന്ത്യയിൽ ആദ്യമായി ഒരു സർക്കാർ ഇടപെട്ടുകൊണ്ട് അത് പാഠ്യപദ്ധതിയുടെ ഭാഗമാകുന്നു എന്ന് പറയുന്നത് ആ കുട്ടികൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളെപ്പറ്റി സമപ്രായ കുട്ടികൾ പഠിക്കണം. എന്നുവെച്ചാൽ കൃത്യമായി പറഞ്ഞു വെച്ചാൽ ആൺകുട്ടി സ്ത്രൈണത പ്രകടിപ്പിച്ചാൽ അത് സ്വാഭാവികമാണ്
എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. പെൺകുട്ടി മസ്കുലിൻ ആയാൽ അതും സ്വാഭാവികമാണ്. ജെൻഡർ സ്പെക്ട്രമായിട്ടാണ് നിലനിൽക്കുന്നത്. ആ ജെൻഡർ സ്പെക്ട്രത്തിന്റെ എക്സ്ട്രീമുകൾ മാത്രമാണ് മസ്കുലിനിറ്റിയും ഫെമിനിറ്റിയും. ആ രീതിയിൽ ആ സ്പെക്ട്രത്തിന്റെ മറ്റ് ഭാഗങ്ങളൊക്കെ തന്നെയാണ് ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള, എജെൻഡർ ആയിട്ടുള്ള, ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള നിരവധി മനുഷ്യരുടെ അസ്തിത്വങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ആ ജെൻഡർ സ്പെക്ട്രം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നാളെ ഇപ്പം തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ ഈ കറുത്തിട്ട് തടിയുള്ള മനുഷ്യനെ കാണിക്കുമ്പോൾ ആന അലറുന്ന ചിഹ്നം ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോൾ കുട്ടി ചിരിക്കും. കുട്ടി എന്തുകൊണ്ട് ചിരിക്കുന്നു എന്ന് വെച്ചാൽ തിയേറ്ററിൽ ഇരിക്കുന്ന മനുഷ്യർ ഒന്നാകെ ചിരിക്കുന്നുണ്ട്, കുട്ടിയും ചിരിക്കും. നാളെ ആ ക്ലാസ് റൂമിൽ, അവന്റെ ക്ലാസ് റൂമിൽ അങ്ങനെ ഒരു കുട്ടി വന്നാൽ ഈ കുട്ടി ചിരിക്കും. എന്ന് വെച്ചാൽ പൊതുബോധം ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ ഒരാളെ കണ്ടാൽ ചിരിക്കാം. കാരണം എന്താണ്, വലിയൊരു സമൂഹമാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടിയും സ്വാഭാവികമായി അത് ഏറ്റെടുക്കുന്നുണ്ട്. അത് തന്നെയാണ് സ്ത്രൈണത ഉള്ള ആളെ രണ്ടും കെട്ടെന്ന് വിളിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ വലിയ രീതിയിൽ മാറേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളടക്കം അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നുള്ളതാണ്. ഇപ്പം ആ രീതിയിൽ വൈവിധ്യമുള്ള മനുഷ്യരാണ് നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസത്തിലുള്ള വലിയൊരു മാറ്റം സംഭവിക്കും. പക്ഷേ നിങ്ങൾ ആരും ഈ വിഷയം ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഒരു തരത്തിലും ഇത് ബാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖമൊന്നുമല്ല കേട്ടോ, ഏത് കുടുംബത്തിലും ജനിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇടവേളകളിലോ ഇടനേരങ്ങളിലോ നമ്മൾ ഈ വിഷയത്തിന്റെ ഗൗരവം ചർച്ച ചെയ്യാൻ സന്നദ്ധരാവണം. ഇപ്പം എനിക്ക് തോന്നുന്നു കേരളത്തിലെ യങ്സ്റ്റേഴ്സ്, യുവജനങ്ങളായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ഈ സമൂഹത്തിന് നൽകുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അത് എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷം കൂടെ കഴിയുന്ന സമയത്ത് ഇന്നത്തെ ഒരു വിസിബിലിറ്റിയുടെ തോത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് മാറുകയും വലിയ പങ്കാളിത്തം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരം മനുഷ്യർ കടന്നു വരികയൊക്കെ ചെയ്യും. അതിന് എനിക്ക് തോന്നുന്നു വലിയൊരു സ്പാർക്ക് കൊടുക്കുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ട് കേരളത്തിലെ യുവജനങ്ങൾ മാറുന്നുണ്ട്. ക്യാമ്പസുകൾ, ക്യൂർ പ്രൈഡുകൾ പോലെയുള്ള പരിപാടികൾ നടത്തുന്നു എന്നൊക്കെ പറയുന്നത് പണ്ട് ഞങ്ങൾ മാത്രം ഞങ്ങളുടെ വിസിബിലിറ്റിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയിൽ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടിരുന്ന പല സ്ഥാപനങ്ങളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് വലിയ മാറ്റം തന്നെയാണ്. ക്യാമ്പസുകളിൽ ജെൻഡർ ജസ്റ്റിസ് ക്ലബ്ബുകൾ വരുന്നു. അപ്പം ജെൻഡർ എന്ന് പറഞ്ഞാൽ അത് വിമൺ എംപവർമെന്റിന് അപ്പുറത്തേക്ക് മനുഷ്യരുടെ നിലനിൽപ്പിന്റെ, അവരുടെ ഐഡന്റിറ്റിയുടെ പ്രശ്നമാണ് എന്നുള്ള ഒരു നിലയിലേക്ക് പരിഗണിക്കാൻ സമൂഹം തയ്യാറാകുന്നുണ്ട്, അല്ലെങ്കിൽ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും അല്ലെങ്കിലും തയ്യാറായിട്ടുണ്ട്. അതല്ലാത്ത മനുഷ്യർ ലെറ്റ് ദം ബാർക്ക് എന്നതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. താങ്ക് യു മാം. വളരെ പ്രാധാന്യം അർഹിക്കുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അടുത്തൊരു ചോദ്യം ഷീത ജേക്കബ് മാമിനോടാണ്. മാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകള്, വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പം അവിടെ ആ ഒരു സ്പേസ് കമ്പാഷനേറ്റ് ആവേണ്ടതിന്റെ ആവശ്യകത എന്താണ്? നമ്മുടെ സമൂഹത്തിന്റെ ഒരു ആ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇരയാക്കപ്പെടുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം ബാധിക്കുന്നുണ്ടുള്ളത് അത് അനുഭവിച്ച ആളുകൾക്കേ അറിയൂ. എനിക്ക് അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്നത് ഞാൻ അത് അനുഭവിച്ച ആളാണ്. സോഷ്യൽ മീഡിയയുടെ ഒരു സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിൽ, എങ്ങനെയാ പറയേണ്ടത് എനിക്കറിയില്ല, അത്രയേറെ രീതിയിൽ ബാധിച്ച ഒരാളാണ് ഞാൻ. അതിന്റെ പേര് ഞാൻ എന്റെ സോഷ്യൽ മീഡിയ, എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് എല്ലാം പൂട്ടി വെച്ച ഒരാളാണ് ഒരു 14 ദിവസത്തേക്ക്. കാരണം മനസ്സമാധാനം എന്ന് പറയുന്നത് മനുഷ്യന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ പോകുമ്പോഴേക്കും ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കൂടെ നമ്മുടെ അറ്റാക്ക് ആയി. അതിപ്പം ജെൻഡർ എന്ന് പറയുമ്പം എല്ലാ ജെൻഡറിനും ആ ഒരു പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇവർ ശ്യാം പറഞ്ഞ പോലെ തന്നെ നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് ജെൻഡറുകളുണ്ട്. ആ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പുരുഷൻ അതിൽ കുറച്ച് ഭേദം, പുരുഷന്മാരെ അത്രയേറെ ആ രീതിയിൽ ബാധിക്കുന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയാലും അവരൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം ജിയോബേബി കാതൽ ഫിലിം എടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ പല വട്ടം ഈ രീതിയിലുള്ള ഒരു അറ്റാക്ക് നേരിട്ട ഒരാളാണ് ഞാൻ. ഇദ്ദേഹത്തിന്റെ സിനിമ കാതൽ കണ്ടിട്ട് ഞങ്ങൾ സംസാരിച്ചു, എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സിനിമ ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യുന്നു. ഇപ്പൊ മനുഷ്യന്മാർ ഏതൊക്കെ രീതിയിലാണ്, ഓരോ മനുഷ്യന്റെ അവസ്ഥ, മാനസികാവസ്ഥയാണ്, ജൈവികമായുള്ള അവസ്ഥയാണ്, അതൊക്കെ എങ്ങനെയാണ് മനുഷ്യന്മാരെ അപ്പൊ പറഞ്ഞു, നിങ്ങൾക്കൊക്കെ സിനിമ കണ്ട് നമുക്ക് എന്തും പറയാം, നമ്മുടെ വീട്ടിൽ വന്നാൽ എങ്ങനെയായിരിക്കും, എനിക്കൊന്നും അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് എന്റെ സുഹൃത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാനാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക. ഒരു പക്ഷെ ഒരു 5-6 വർഷം മുന്നെയാണ് എനിക്ക്
ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല, ഇദ്ദേഹത്തിന്റെ സിനിമ കണ്ട് ഞാൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. കാരണം നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, നമ്മൾ നമ്മുടെ തന്നെ നവീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇത്തരം ഇതൊക്കെ ഒരു സമൂഹത്തിൽ ഉള്ളതാണെന്നും ഒരു ആണും പെണ്ണും മാത്രമല്ല, സ്ത്രീയും പുരുഷനും മാത്രമല്ല സമൂഹത്തിൽ ജീവിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്ക് കാലം തന്നതാണ്. അതില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. അവരാണ് ഈ സൈബർ ലോകത്തും ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലും അവരാണ്. നമ്മളൊരു മനുഷ്യനോട് ഇടപെടുന്ന സമയത്ത് നമുക്കിപ്പോ നേരിട്ട് പറയാം. ഇപ്പൊ എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയുന്ന, ഞാൻ നിങ്ങളോട് ചീത്ത പറയും, എന്തെങ്കിലും വഴക്ക് പറയും, പക്ഷെ അതിനൊരു ഭാഷയുണ്ടാവും. അത് അത്ര മോശമായിട്ടുള്ള, ഞാൻ പറയുന്ന സമയത്ത് മോശമായിരിക്കില്ല. പക്ഷെ മുഖമില്ലാത്ത ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ നമുക്ക് കാണുന്ന മുഖമില്ലാത്ത ഒരുപാട് ആളുകൾ, നമ്മൾ നോക്കുക ഫേസ്ബുക്ക് അവരുടെ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകൾ, തെറി വിളിക്കുന്ന ആളുകൾ, അത്രയേറെ ചീത്തവിളി വിളിച്ചുകൊണ്ടിരിക്കുക ആളുകളെ. എന്തിനു വേണ്ടിയിട്ടാ അറിയില്ല, അത് അവർക്കൊരു മനസ്സുഖം, അത്രയേ ഉള്ളൂ. അപ്പൊ അതിൽ നമ്മൾ കമ്പാഷൻ എന്ന് പറയുന്ന, ഒരു അനുകമ്പ എന്ന് പറയുന്ന, കാരുണ്യം എന്ന് പറയുന്ന എല്ലായിടത്തും വേണ്ടതാണ്. നമ്മളിപ്പോൾ മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു, ഇപ്പം പൊതു ഇടത്തിലായാൽ പോലും ഈ പൊതു ഇടം എന്ന് പറയുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും. അവിടെയും അത് നിർബന്ധമായും വന്നിരിക്കേണ്ടതാണ്. അവിടെ ഒരു കൾച്ചർ രൂപപ്പെടേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഉള്ളത്, ഇതൊക്കെ വരുന്ന സമയത്ത് അങ്ങ് പോട്ടെ, വിട്ടുകളയാം, ഇവരൊന്നും ജനുവിനുള്ള ആൾക്കാരല്ല, വിട്ടുകളയാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. എനിക്കറിയാത്ത എത്രയോ ആളുകളുടെ വായന ചീത്ത കേട്ടത്, ഒരുപാട് ആളുകൾ. എനിക്ക് ആളുകൾ അറിയില്ല, ഒന്നും അറിയില്ല, എന്നെ അറിയൂ ആളുകൾക്ക്. എന്നെ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ടാണോ ഈ സംസാരിക്കുന്നത്? ഒരു പക്ഷെ എന്നെ അറിയാവുന്ന ആളുകൾ അവള് അതിങ്ങനെ അതിനകത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒക്കെ വന്ന് ചീത്ത പറയുകയാണെങ്കിലോ ഒക്കെ എനിക്ക് മനസ്സിലായി എന്നെ അറിയുന്ന ആളുകളാണ്. പക്ഷെ എന്നെ അറിയാത്ത ആളുകൾ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കാന്ന് പറയുമ്പോൾ എന്നെ ഒരു ഉദാഹരണമാക്കി എടുത്തതാ. ഞാനെന്നുള്ളതല്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജിയോ കേട്ടിട്ടുണ്ടാവും. അതുപോലെ എത്ര മനുഷ്യന്മാരാണ് ഈ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർ ആർക്കെതിരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവിടെ എങ്ങനെ നവീകരിക്കുക, സമൂഹം നവീകരിക്കുന്നതിനൊപ്പം അവിടെ എങ്ങനെ നവീകരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ചെയ്യാന്നുള്ളതാ. ഇല്ലെങ്കിൽ അങ്ങ് വിട്ടുകളയാം, പൂർണ്ണമായിട്ടും ആ കാര്യം വിട്ടുകളയാന്നുള്ളത്. പക്ഷെ അത് നമുക്ക് പറ്റൂ? ഇല്ലല്ലോ അല്ലേ? നമ്മളെ ജീവിക്കുന്ന തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കുവെക്കുന്നത് അതിലൂടെയാണ്. എല്ലാവരും നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ എന്തെങ്കിലും വിശേഷ അവസരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോയൊക്കെ പങ്കുവെക്കുന്നത് അവിടെയായിരിക്കും. ഇപ്പൊ ഇതില് ഒരു ഉദാഹരണം കൂടെ പറയാം. ഞാൻ ഉദാഹരണമല്ല, എൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. ഞാനിങ്ങനെ സൈബർ അറ്റാക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഫേസ്ബുക്ക് ആദ്യം പബ്ലിക്കായിരുന്നു, പിന്നെ ഫ്രണ്ട്സ് ഓൺലി ആക്കി. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് മാത്രമേ എന്റെ ഫേസ്ബുക്കും എന്റെ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടാ, ഭയന്നിട്ടല്ല, പക്ഷെ മനസ്സമാധാനം വേണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പൊ ഞാനൊരു വാർത്ത ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അതായത് ഇവരെ ബാധിക്കുന്ന വാർത്തയല്ല, ഒന്നും ആയിരിക്കില്ല, ഏതെങ്കിലും ഒരു വാർത്ത, ഒരു നല്ല വാർത്തയാവട്ടെ, എന്തെങ്കിലും ഒരു വാർത്തയാവട്ടെ, ഇതിനടിയിൽ കൊണ്ടുപോയിട്ട് ഈ രീതിയിലുള്ള കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. അത് എങ്ങനെയാണത് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല. അതിനെ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷെ അവിടെ നവീകരിക്കപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ മാറ്റം വേണം എന്നുള്ളത് ഒരു അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനത്തെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പൊതുവെ വൈറലാണെങ്കിൽ, അതുപോലെ ഒരു ആരോഗ്യം പറയുന്നുണ്ടെങ്കിൽ, ഒരു രോഗിക്ക് കടന്നു പോകേണ്ട അവസ്ഥകളുടെ തുല്യമല്ലെങ്കിൽ പോലും അവരുടെ കൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കെയർ ഗീവേഴ്സിന്, അവരുടെ ഫാമിലിക്കും ചില ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു വരുന്നത് അതും കൺസിഡർ ചെയ്യണമെന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ, ഇപ്പോഴത്തെ സമൂഹത്തിലെ സാഹചര്യത്തിൽ തന്നെ ഒരു ജെൻഡർ ഇഷ്യൂ ഉള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും സൊസൈറ്റി ഇപ്പോഴും അതിന് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആയിട്ടില്ലാത്തൊരു അവസ്ഥ തന്നെയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ഓൺലൈനായി കൺഫേമിങ് അല്ലാത്തൊരു കുട്ടി ജനിക്കുന്ന വീട്ടിലെ അവരുടെ പേരൻസിനും ഇതേപോലെ തന്നെ സൊസൈറ്റിയിൽ മാറി ചിന്തിച്ചിട്ട് അവരുടെ കുട്ടീനുള്ളത് അത്ര എപ്പോഴും കഴിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അവരോടും നമ്മൾ കുറച്ച് കമ്പഷനേറ്റ് ആയി തന്നെ ചിന്തിക്കണം. അവർ ചെയ്യുന്നത് ഭയങ്കര അവരാണെന്നല്ല, സൊസൈറ്റി അവരെയും ജഡ്ജ് ചെയ്യുകയും സൊസൈറ്റിനോട് പൊരുതി തന്നെ ആ കുട്ടീനെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കാണ് ഒരു പേരൻസ് എത്തേണ്ടതെന്നുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ അവരോടും കുറച്ച് കമ്പാഷനേറ്റ് തന്നെ നമ്മൾ കാണേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും നമ്മൾ ജനിക്കുന്ന സമയത്ത് കാണുന്ന ഒരു ശാരീരിക അവസ്ഥയുണ്ടല്ലോ, അതിനനുസരിച്ച് തന്നെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. പെട്ടെന്ന് എൻ്റെ ജെൻഡർ അതല്ല,
വേറൊരാളാണ് ഞാൻ എന്ന് പറയുന്ന സമയത്ത് പാരൻസ് ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷത്തെയും നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ഇവർക്ക് പലയിടങ്ങളിൽ ഉത്തരം പറയേണ്ട സാഹചര്യം വരുന്നുണ്ട്. എന്നുവെച്ചാൽ ബന്ധുക്കളോട് പറയേണ്ട സാഹചര്യം വരുന്നുണ്ട്, നാട്ടുകാരോട് മറുപടി പറയേണ്ട സാഹചര്യം വരുന്നുണ്ട്. ഇനി ആ വീട്ടിൽ കുടുംബത്തിൽ മറ്റേതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ മുമ്പോട്ടുള്ള ഭാവി ഇത് പ്രതിസന്ധിയിലാക്കും എന്ന വിഷയങ്ങൾ വരാറുണ്ട്. അപ്പം അത് വലിയ പ്രതിസന്ധികൾ പലപ്പോഴും കുടുംബങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് നമ്മുടെ പൊതുബോധം ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൊണ്ടുകൂടിയാണ് അല്ലേ. ഇപ്പം നാട്ടുപുറങ്ങളിലേക്കാണെങ്കിൽ അതിന് തീവ്രത കുറച്ച് കൂടും എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അമ്മാതിരി വർത്തമാനത്തിലേക്ക് പോവാണ് ഇന്നയാള് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കുടുംബത്തിലാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ ഫാമിലികളടക്കം ഇത്തരം മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ വരുന്നെന്നുള്ളതാണ്. ഫാമിലിയോടൊപ്പം ചേർത്ത് നിർത്താൻ സാധിക്കാത്ത അവസ്ഥ വരും. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് ഫാമിലീസ് എൻ്റെ കുട്ടിയല്ലേ, ആണായാലും പെണ്ണായാലും എൻ്റെ കുട്ടിയല്ലേ എന്നാണ് ഒരു ട്രാൻസ് പുരുഷൻ്റെ അമ്മ എന്നോട് ചോദിച്ചത്. അതിൽ വലിയൊരു മനസ്സ് നിറഞ്ഞൊരു സന്തോഷം ആ സമയത്ത് തോന്നിയത്. ആ രീതിയിൽ കുടുംബങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ രീതിയിൽ നമ്മൾ അവരോടും കമ്പാഷനോട് തന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ മെറ്റേണിറ്റി കൗൺസിലിംഗ് അടക്കം വലിയ ഒരു സ്ട്രക്ചറിലടക്കം വലിയ വ്യത്യാസം അല്ലെങ്കിൽ വലിയ മാറ്റം ഉണ്ടായി വരേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ മെറ്റേണിറ്റി കൗൺസിലിംഗ് അടക്കം കൊടുക്കുന്ന സമയത്ത് കുട്ടി ചിലപ്പോൾ ഇൻഡെക്സ് ആയി ജനിക്കും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില വൈവിധ്യങ്ങൾ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം എന്നൊക്കെയുള്ളൊരു സ്പാർക്ക് ചെറിയ ഈ പറഞ്ഞ ആ പ്രായത്തിൽ തന്നെ അവരുടെ ആ ഒരു ഗർഭകാലാവസ്ഥയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങളെ പറ്റി അവർക്ക് ധാരണ കൊടുക്കേണ്ടതുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ആഘാതത്തെ ലഘൂകരിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല നമ്മളിപ്പോ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടും കുറച്ച് ഒരു 2-3 വർഷങ്ങളായിട്ടേ ഉള്ളൂ. അതിനു മുൻപ് നമ്മളാരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഇതിനൊരു പ്രാധാന്യം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അനുകമ്പ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ അടുത്ത് നമുക്ക് കൂടുതൽ കാണിക്കേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ബന്ധപ്പെട്ടിരുന്ന ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കമൗട്ട് ചെയ്യാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് പേരൻസിനോട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾക്ക് തന്നെ പറഞ്ഞ പോലെ സംശയങ്ങളുണ്ടാവും, എൻ്റെ ഐഡന്റിറ്റി എന്താണ് എന്ന്. ആ സമയത്ത് ആ വ്യക്തിക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഒരു പക്ഷേ മിസ്ഇൻഫോംഡ് വരായിരിക്കും. ഇൻഫർമേഷൻ തന്നെ എന്താണ് ഇത് എന്നുള്ള ടോട്ടലി ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ. അപ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനോ അങ്ങനെ ആയിട്ട് സംഘടനകളോ അല്ലെങ്കിൽ ഏജൻസികളോ സർക്കാരിന്റെ എന്തെങ്കിലും സംവിധാനങ്ങളോ നിലവിൽ ഉണ്ടോ? കാരണം 18 വയസ്സ് പൂർത്തിയാകാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ജെൻഡർ നോൺ കൺഫോമിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുത്താണ് പരിഗണിക്കുന്നത്. അപ്പോൾ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ CWCകളിൽ ഇപ്പോൾ ഒരുപാട് കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും CWCയിൽ ഇരിക്കുന്നവർക്കും വലിയ ധാരണയില്ല എങ്ങനെയാണിത് ഡീൽ ചെയ്യേണ്ടതിനെ പറ്റി. അപ്പോൾ ഈ ജെൻഡർ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ഫോറിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് ഇപ്പോൾ മാറി ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വിദഗ്ധരായിട്ടുള്ള ഇപ്പോൾ സർക്കാർ ഹോസ്പിറ്റലിൽ തന്നെയുള്ള സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ് അടക്കമുള്ള ആൾക്കാരെ അവരുടെ സേവനമൊക്കെ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് പാരൻസിനടക്കം വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ കുട്ടികൾ ഇവരെ കൺവേർഷൻ തെറാപ്പിക്കാണ് പലപ്പോഴും കൊണ്ടുപോവുക. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇപ്പോഴും ചികിത്സിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്ന ഡോക്ടർമാരുണ്ട്. ശരിക്കും അത്തരം ഡോക്ടർമാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എല്ലാ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾക്ക് ഇതിനോടൊക്കെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചികിത്സിക്കാൻ പറ്റും എന്ന് പറഞ്ഞത് ചികിത്സിക്കുന്ന മനുഷ്യരുണ്ട്. ഇപ്പം നമ്മളൊക്കെ ശാസ്ത്രം പഠിച്ചു വന്ന മനുഷ്യരാണല്ലോ അല്ലേ. ഇപ്പം സമകാലിക ഇന്ത്യയിൽ പോലും എത്രത്തോളം വിഷയങ്ങളെ മാറ്റിമറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടതിനെ പറ്റി നമ്മൾ ദൃക്സാക്ഷികളാണ്. നമുക്കറിയാം എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിൽ നമ്മൾ കൺവേർഷൻ തെറാപ്പിക്ക് കുട്ടിയെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു തരത്തിലും ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് ഏത് പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നാണ്. ന്യൂട്ടന്റെ 3ാം ചലന നിയമം അല്ലെ, എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. ഇപ്പം എന്നെപ്പോലൊരു വ്യക്തിയെ ചികിത്സിച്ചൊരു എക്സാക്റ്റ് ഇവർ പറഞ്ഞ മസ്കുലിൻ ആയിട്ടുള്ളൊരു പുരുഷനാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പുരുഷനെ ചികിത്സിച്ച് ഇങ്ങനെ കൂടെ ആക്കി മാറ്റാൻ പറ്റണം എന്നുള്ളതാണ്. അതാണല്ലോ ശാസ്ത്രം അല്ലേ. അപ്പം അതൊന്നും ഇല്ലാത്ത യാതൊരു എവിഡൻസും ഇല്ലാതെ അവരിതിനെ ചികിത്സിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് തോന്നുന്നു മുട്ടയൊക്കെ ഒഴിഞ്ഞാവാൻ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും എന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങളടക്കം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയല്ല ഈ വിഷയത്തെ പരിഗണിക്കേണ്ടത്. കാരണം ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്താണെന്നുള്ളത് നമ്മൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നു.
ഈ വിഭാഗം മനുഷ്യർക്കും ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പം എന്നെ പോലുള്ള സഹോദരങ്ങൾക്കും ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുന്നത്. കാരണം ആ പ്രായത്തിൽ സംഭവിക്കുന്ന ആത്മസംഘർഷങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നതിനെപ്പറ്റി ഇത്തരം ആൾക്കാർക്ക് ധാരണയില്ല. ഇങ്ങനെ സമാന സ്വഭാവമുള്ള വേറൊരു മനുഷ്യനെ കാണുന്നില്ല. അപ്പം അവർ വിചാരിക്കുന്നത് എനിക്ക് എന്തൊക്കെയോ മാനസിക രോഗമുണ്ട് എന്നാണ്. അപ്പം അത്തരം അനുഭവിക്കുന്ന ട്രോമ നിസ്സാരമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ CWCകൾ എല്ലായിടത്തും ഈ വിഭാഗത്തു നിന്ന്, ക്യൂർ വിഭാഗത്തു നിന്ന് ഒരു പ്രതിനിധിയെ സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ആ വിഷയം ഡീൽ ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ വേണം എന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ മറ്റ് കുട്ടികളെ താമസിപ്പിക്കുന്ന പോലെ തന്നെയുള്ള ഷെൽട്ടർ സംവിധാനങ്ങളിൽ ഇവർക്കും ഈ ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കും താമസം ഉണ്ടാവണം. ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പം നിലവിലിരിക്കുന്ന നിയമം അനുസരിച്ച് പാരൻസിന് ഇനി എന്ത് കാരണവശാലും ഇങ്ങനൊരു കുട്ടിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് പുറത്താക്കിയാൽ പാരൻസിനെതിരെ കേസെടുക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇൻഡോസെക്സായി ജനിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഈ 2 ഓർഗൻസും പുറമേ ഉണ്ടെങ്കിൽ ഇവർ ഏതെങ്കിലും ഒരു ഓർഗനെ നിലനിർത്തിയിട്ട് മറ്റേ ഓർഗൻ എന്ത് ചെയ്യും, ഇതാക്കും. അതിന് നേരെ വിപരീത ദിശയിലായിരിക്കും ജെൻഡർ ഐഡന്റിറ്റി അയാൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഇരട്ടിയാണെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഡീൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യണം, ആരെ സമീപിക്കണം എന്നതിനെ പറ്റിയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൗണ്ടായിട്ടുള്ള ഇടങ്ങളിലേക്ക് പോലും നമുക്ക് എത്തിച്ചേരാനുള്ള സംവിധാനങ്ങളുണ്ട്. ആ സിസ്റ്റത്തെ നമുക്ക് പരമാവധി പ്രയോജനപ്പെടുത്തി ഇത്തരം വിഷയങ്ങൾ ഏറ്റവും ഗ്രാസ് റൂട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ അടക്കം സർക്കാരിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. അത് ആ രീതിയിൽ സംഭവിക്കുന്ന സമയത്ത് ഗ്രാമങ്ങളിലടക്കം ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള വൈവിധ്യമുള്ള മനുഷ്യരുടെ പ്രസൻസും അവരെ അംഗീകരിക്കേണ്ട ആവശ്യമൊക്കെ സ്വാഭാവികമായും സംഭവിക്കും എന്നതാണ്. താങ്ക് യു മാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമുക്ക് ട്രാൻസ്ജെൻഡർ പോളിസി ഉള്ള ഒരു സംസ്ഥാനം മറ്റു ഏതൊരു സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ കേരളം ആ കാര്യത്തിൽ ഒരുപാട് മുന്നിലാണ്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ കോഴിക്കോട് എത്ര സംഭവങ്ങൾ എടുത്ത് കൊല്ലപ്പെട്ട സംഭവങ്ങളുണ്ട്, അതിലൊന്നും നടപടി എവിടെ എത്തുന്നില്ല. ഇതിൽ ഏതെങ്കിലും മാറ്റം കൂരാം അല്ലെങ്കിലാണ് നിങ്ങൾ ഇടപെടുന്നത്? ശരിക്കും ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ അതിക്രമിക്കപ്പെടുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് അതിനെതിരെ സംസാരിക്കാനോ ശബ്ദം ഉയർത്താനോ ഞാനടക്കമുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള മനുഷ്യർ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഈ പറയുന്ന യുവജന സംഘടനകളോ സാംസ്കാരിക സംഘടനകളോ മറ്റ് രാഷ്ട്രീയ സംഘടനകളോ ഒരു രീതിയിലും ഈ വിഷയത്തെ പരിഗണിക്കുകയോ അഡ്രസ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം വളരെ അടുത്ത് വന്ന ഒരു വിധിയാണല്ലോ സുപ്രീം കോടതിയിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ആ വിധി വന്ന സമയത്ത് കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനങ്ങളും ഈ പറയുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ആ രീതിയിൽ ആ വിഷയത്തെ അഡ്രസ് ചെയ്തിട്ടില്ല. അത് ആ മനുഷ്യരുടെ മാത്രം പ്രശ്നമായി ഒതുക്കുകയും ഭൂരിപക്ഷം വരുന്ന സമൂഹത്തിന് അത് ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭൂരിപക്ഷത്തിനോട് സമരം ചെയ്ത് അവിടെ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഭൂരിപക്ഷത്തിന് വേണ്ടി നിലനിൽക്കുന്ന നിയമങ്ങൾ, ഭൂരിപക്ഷത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാമൂഹ്യ ഇടങ്ങൾ, അപ്പം ആ ഇടങ്ങളൊക്കെ നമുക്കും കൂടെ സ്വീകാര്യമാവണമെങ്കിൽ ആ ഭൂരിപക്ഷത്തിനോട് നിരന്തരം കലഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. ആ കലഹത്തിലൂടെയാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലുള്ള പല വ്യത്യാസങ്ങളും മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഒരു കാര്യം ഏറ്റവും പ്രസക്തമാണ്, കേരളത്തിൽ ഇതുവരെയും കൊല ചെയ്യപ്പെട്ട ട്രാൻസ് വ്യക്തികൾ ആർക്കും നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ പോലും ആരാണ് ആ കൊല ചെയ്തത് എന്നതിനെപ്പറ്റി അതെല്ലാം അസ്വാഭാവികമായ മരണങ്ങളാണ്. സ്വാഭാവികമായി ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും രീതിയിലല്ല, അത് ദുരൂഹ സാഹചര്യത്തിൽ അസ്വാഭാവികമായി തന്നെ സംഭവിക്കപ്പെട്ട മരണങ്ങളിൽ യാതൊരു തരത്തിലുമുള്ള അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പോലീസുകാരോട് സമീപിക്കുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് നമ്മുടെ എഫേർട്ട് ഇട്ടാണ് നമ്മൾ പോകുന്നത്. കുടുംബം ആ രീതിയിൽ ഇത്തരം വിഷയത്തെ ടേക്കപ്പ് ചെയ്ത് അന്വേഷിക്കാൻ വരുന്നില്ല. അപ്പോൾ അവർ നോക്കുന്ന സമയത്ത് ആ രീതിയിൽ പ്രതിഷേധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ കുടുംബം അടക്കമുള്ള ഒരു സാമൂഹ്യ സ്ഥാപനങ്ങളും ഈ പ്രശ്നത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. ആകെ ചോദിക്കുന്നത് ഈ വിഭാഗം മനുഷ്യർ മാത്രമാണ്. അപ്പോൾ അത്രയും ഗൗരവം മാത്രമേ പലപ്പോഴും അവർ അതിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വയം സുരക്ഷിതരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? നമ്മുടെ ഇടങ്ങളിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിലൊക്കെ പല പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ സ്വയം സുരക്ഷിതരാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ രീതിയിൽ ഇപ്പം പണ്ട് എൻ്റെ അവസ്ഥ ഇതിങ്ങനെ അല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ എനിക്ക് പാതിരാത്രിയിലൊക്കെ യാത്ര ചെയ്യാൻ വലിയ ഭയമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഏത് രാത്രിയിലാണെങ്കിലും ഇപ്പോഴും ഭയമുണ്ട് എന്നല്ല, പക്ഷെ എന്തോ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ട് മാനസികമായി അലട്ടുന്നുണ്ട്. ഇപ്പം ട്രെയിനിൽ കിടക്കുന്ന സമയത്ത് ഒറ്റയ്ക്കാണ് ആണെങ്കിൽ ഒരു ഭയം അറിയാതെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഭയം എങ്ങനെ ഉണ്ടായി വരുന്നു എന്നതിനെ പറ്റി ധാരണയില്ല.
അപ്പം അത് ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തരത്തിലും നീതി കിട്ടില്ല എന്നൊരു ചിന്ത എനിക്ക് തോന്നുന്നു ഓരോ ക്യൂർ മനുഷ്യർക്കും ആ ചിന്തയുണ്ട് കേട്ടോ. കാരണം അവർ അതിക്രമിക്കപ്പെടുന്ന സമയത്തോ ഇതാക്കുന്ന സമയത്തോ, അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോകുന്ന സമയത്ത് ചില പോലീസുകാർ പരാതി സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. എന്ത് പറഞ്ഞാലും അവർ പരാതി സ്വീകരിക്കില്ല. അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അത്തരം മനുഷ്യരോട് നിരന്തരം കലഹിച്ചുകൊണ്ടാണ് ഇവിടെ ജീവിക്കേണ്ടി വരുന്നത്. അത് ഓരോ ഇടങ്ങളിലും അങ്ങനെയാണ് ജീവിക്കേണ്ടി വരുന്നത്. ഇപ്പം പല രീതിയിൽ സർക്കാരിന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന പല വിഷയങ്ങളിലും പോസിറ്റീവായി തന്നെ കാണേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് പല ഉദ്യോഗസ്ഥരാണല്ലോ ഇതൊക്കെ ചെയ്തു പോവേണ്ടി വരുന്നത്. അപ്പം അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷേ അവിടെ ഒക്കെ തന്നെ ജുഡീഷ്യൽ സമീപിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ജുഡീഷ്യൽ എന്താ ചെയ്യുന്നത്, ഇന്ത്യയുടെ എനിക്ക് തോന്നുന്നു എത്ര നാളത് ഉണ്ടാവുമെന്ന് അറിഞ്ഞൂല, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാജ്യത്തെ പൗരന്മാർ എന്നുള്ള നിലയിൽ ആ മനുഷ്യരുടെ സ്വകാര്യതയാണെങ്കിലും എല്ലാത്തരം അവകാശങ്ങളും മൗലിക അവകാശങ്ങളടക്കം സംരക്ഷിക്കപ്പെടണം എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള പല ഇടപെടലുകളും. അത് ജുഡീഷ്യറിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ആ രീതിയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്കും അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനില്ല എന്നുള്ളതാണ്. കോടതി നിർദ്ദേശം കൊടുക്കുകയാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷനാണ്, അത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടണം. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ അടക്കം നിയമനിർമ്മാണം നടത്തുന്നത്. അതുവരെയും പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന ആശയത്തെ പൊക്കിപ്പിടിക്കുന്നവന്മാരാണ് അങ്ങേയറ്റം മോശമായിട്ട് സംസാരിക്കുന്നത്. പുരാണങ്ങളെയും വിശ്വാസങ്ങളെയൊക്കെ മൂർത്തമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ തന്നെയാണ് ദൈവികമായ പരിവേഷമൊക്കെ കൊടുക്കുന്ന മനുഷ്യരായിട്ടാണ് പുരാണങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ആ പരിവേഷമൊന്നും കൊടുത്തില്ലെങ്കിലും മനുഷ്യനായി പോലും പരിഗണിക്കാൻ സാധിക്കാത്ത മനുഷ്യരാണ് ഇവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ തള്ളി മറിക്കുന്നതാണ് പ്രധാനം. അത് തുടരും, നമ്മൾ ഇതിനോടൊപ്പം കലശന പോകേണ്ട സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. ഒരു തലമുറ കഴിയുമ്പോഴത്തേക്കും വലിയ മാറ്റം എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു മാം. ഇപ്പം നമുക്ക് ഭാവിയിൽ എന്തായിത്തീരും, അല്ലെങ്കിൽ ഇപ്പൊ ഭാവിയിൽ മാറ്റങ്ങൾ എന്തെല്ലാം വരുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? അതുപോലെ ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് അതിൽ എന്തെല്ലാം കമ്പാഷനായിട്ട് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും? ഇപ്പോൾ ഭിന്നശേഷിക്കാരായുള്ള ആൾക്കാരെ വിഷയങ്ങളെ എത്രത്തോളം അഡ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ഭിന്നശേഷി സൗഹൃദമാണ് നമ്മുടെ ഇടങ്ങൾ. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഇപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ LGBTQIA+ കമ്മ്യൂണിറ്റിയിലെ പ്രശ്നങ്ങൾ പറയുന്നു. ഇത് നമുക്ക് ഒരു പുറത്തുനിന്ന് കേൾക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് മനസ്സിലാവുന്നത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പുരുഷൻ സമൂഹം എങ്ങനെയാണ് കേൾക്കുന്നത്, അവർക്ക് ഇത്ര പ്രശ്നമുണ്ട്, അല്ലാതെ ഇതിൻ്റെ ഒരു അതേ സമയത്ത് എക്സാമിൻ്റെ തലേന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു ടെൻഷൻ, അതിൻ്റെ ഒരു പേടി, ഇത് ലിംഗഭേദം പരി എഴുതിയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പെയിൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിറ്റുവേഷനെ ആർക്കും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ ആൾക്കാരെ വേദനിപ്പിക്കണം എന്നല്ല, ഇതിനുള്ള സാധ്യതകൾ നമ്മൾ എങ്ങനെയൊക്കെ കണ്ടെത്താം. പ്രത്യേകിച്ച് ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ മാറി വന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ മാറാത്ത എങ്കിൽ അതിൻ്റെ എല്ലാവരെയും ജനറലൈസ് ചെയ്ത് കുറ്റം പറയുകയല്ല. കാരണം നമുക്ക് വിദ്യാഭ്യാസ രംഗവുമായിട്ട് നിരന്തരം വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരൻ്റായിട്ടാണ് നമ്മൾ പറയുന്നത്. കേരളത്തിലെ ഒരു സ്കൂളുകളിലും വടി ഉപയോഗിക്കാൻ പാടില്ല, അടിക്കാൻ പാടില്ല. കേരളത്തിൽ വടി ഉപയോഗിക്കാത്ത സ്കൂളുകൾ എനിക്കൊന്ന് ചിലപ്പോൾ ഒരു 5 എണ്ണം ചിലപ്പോൾ ഉണ്ടാവട്ടെ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നതല്ലേ. എന്നാൽ നമ്മുടെ സിസ്റ്റം പറയുന്നത് കുട്ടികളെ അടിക്കേണ്ടെന്നും നമ്മൾ കുട്ടികളെ അടിക്കാൻ വടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായ രീതി മുമ്പോട്ട് പോകുന്നത്തോളം കാലം, ഇത് മാറാത്തത്തോളം കാലം പ്രശ്നമുണ്ടോ? പിന്നെ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും ആൾക്കാർ ഒരുപാട് നഷ്ടങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഈ പോരാടാൻ കുറച്ച് മനുഷ്യർക്ക് ആരെയൊക്കെ ഉണ്ടാവും. അവർക്ക് മാത്രമല്ല പോരാടുന്നത്, സമരം ചെയ്യുന്നത്, തെരുവിലിറങ്ങുന്നത് എല്ലാം. അപ്പം അതിൻ്റെ പ്രയോജനം നമ്മൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. ഇപ്പോൾ ഇതെന്ന് മാറുമെന്ന് ചോദിച്ചാൽ ഇനി ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു പോക്ക് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ശരിയാവാവുന്ന ഒരു കാര്യത്തെ കുറച്ചുകൂടെ കഴിഞ്ഞേ ശരിയാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണത്. നമ്മൾ ഇതിനു മുന്നേ ശരിയായനെ, പക്ഷേ നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്ന നമ്മൾ പറയുന്ന മനുഷ്യർ നമ്മളിതിനെ പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മുമ്പോട്ടുള്ള പോക്കിൻ്റെ സ്പീഡ് കുറയും. എത്ര സമയം എടുക്കുമെന്ന് അറിയത്തില്ല,
ഞാൻ വിചാരിക്കുന്ന കുറേ അധികം സമയമെടുക്കും നമ്മൾ നേരെ ചൊവ്വയാകാൻ. നമുക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ ഭരണഘടനയെ തന്നെ ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് വെക്കണം പഴയതുപോലെ. അപ്പം അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ ശരിയായി വരാൻ ഒരുപാട് സമയം എടുക്കും. അത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പം ഈ നമുക്ക് ചേർത്ത് പിടിക്കേണ്ട തരം മനുഷ്യരെ ഒരുപാടുണ്ട്. നമ്മളതിനെ ഒരു ലിസ്റ്റിലൊന്നും പെടുത്താൻ പറ്റില്ല. പലതരത്തിൽ മനുഷ്യരുടെ സപ്പോർട്ട് വേണ്ട ഒരുപാട് പേര് ചേർന്നതാണ് സൊസൈറ്റി. അതിനെ മനസ്സിലാക്കാനുള്ള അവസരം അതെനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. എങ്ങനെയാണ് ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളുടെ വേദന നിങ്ങൾ എങ്ങനെ, പക്ഷേ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ സിനിമയെക്കുറിച്ച് പറയുന്നതല്ല. ഇപ്പോൾ കാതൽ എന്ന് പറഞ്ഞ സിനിമ കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കമ്മ്യൂണിറ്റി ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ട്. അത് വളരെ എന്താ പറയാ ഒരു തരം മുഖം മൂടിയാണെന്നും. പക്ഷേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരം മീഡിയയിലൂടെ, വിദ്യാഭ്യാസ രീതിയിലൂടെ, മറ്റേ എന്റർടൈൻമെന്റ് മീഡിയസിലൂടെ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കുറെ കൂടെ സൗഹാർദ്ദമാക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്നുള്ളത് ആലോചിക്കാൻ തോന്നുന്നു. മാറും, സമയമെടുക്കും എന്ന് തോന്നുന്നു. താങ്ക് യു. ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം തന്നെ ഒരു ക്ഷമയാണ്, ഞാൻ മൊത്തം കേട്ടിട്ടുണ്ടായിരുന്നില്ല പാനൽ ഡിസ്കഷൻ. അപ്പോൾ ഇത് മുന്നേ സംസാരിച്ച് പോയിട്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എനിക്ക് ജിയോബി സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഒരു ഭാഗത്ത് ആനിമൽ അല്ലെങ്കിൽ അർജുൻ റെഡ്ഡി പോലെയുള്ള സിനിമകളൊക്കെ ഒരു ഭാഗത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന പാനൽ ഡിസ്കഷനിലായാലും അല്ലെങ്കിൽ ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇപ്പം കമ്മ്യൂണിറ്റിയിലുള്ള മനുഷ്യരെ, അല്ലെങ്കിൽ സ്ത്രീകളെ, ജാതീയപരമായിട്ട് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരെ, ഇവരെ ഇപ്പം ഭിന്നശേഷിയിലെ കാര്യം തന്നെ എടുക്കാം. ഇപ്പോൾ കടുവ എന്ന് പറഞ്ഞ സിനിമ അത്തരം ഒരു കാര്യത്തെ മോശമായി പരാമർശിച്ചപ്പോൾ അതിനെ നമ്മുടെ ഒരു പ്രതിഷേധം കൊണ്ട് മറികടക്കാൻ പറ്റി. പൃഥ്വിരാജ് വന്ന് സോറി പറഞ്ഞു. ഓക്കെ, അതുപോലെ എല്ലാം കുറെ കൂടെ ഈ കാര്യത്തിൽ കുറെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു തരം റിവേഴ്സ് കണ്ടീഷനിങ് സിനിമയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ തിയേറ്ററിൽ കുറച്ചേ ഉള്ളൂ ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ ഓടുന്നുണ്ട്. അപ്പൊ ആ സിനിമ അഡ്രസ് ചെയ്യുന്നൊരു വിഷയം നമ്മളിപ്പം എല്ലാവരും അത് പരാമർശിച്ചു. കുടുംബം എങ്ങനെയാണ് ഒരു സൊസൈറ്റീനെ ഉണ്ടാക്കിയെടുക്കുന്നത്, കുടുംബം എത്രത്തോളം ഇമ്പോർട്ടൻ്റ്, അതിനെക്കുറിച്ച് തന്നെയാണ് അത് പറയുന്നത്. സോ അതേ സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന സിനിമകളും ചിലപ്പോൾ നമുക്ക് അത് എനിക്ക് തോന്നുന്നത് പണ്ടത്തെക്കാളും ഒക്കെ ഒരുപാട് നന്നായി വളരെ പ്രോഗ്രസീവായിട്ട് തന്നെയാണ് നമ്മുടെ സിനിമ മാത്രമല്ല ആർട്ട് വളരെ പ്രോഗ്രസീവായിട്ട് തന്നെയാണ് പോകുന്നത്. അതിനി അങ്ങനെ തിരിച്ചൊരു മോശം അവസ്ഥയിലോട്ട് പോകത്തുമില്ല. പക്ഷെ അതിൽ നിന്ന് നമുക്ക് സൊസൈറ്റിക്ക് മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ മാറ്റവും ഒരു സിനിമ ഒന്നും വന്നിട്ടുണ്ടാക്കുന്നതല്ല, അത് വരാനിരിക്കുന്ന ഒരു കൂട്ടം സിനിമകളോ ഒരു കൂട്ടം ആർട്ട് ഫോംസ് ചേർന്നുണ്ടാക്കുന്ന, അല്ലാതെ ഇങ്ങനെ ഒരു സിനിമ വന്നുകൊണ്ട് ഒരു മാറ്റം ഉണ്ട് അങ്ങനെയല്ല. അത് മെല്ലെ മെല്ലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിലാണ് നമ്മുടെ മലയാള സിനിമയും ഇന്ത്യൻ സിനിമയൊക്കെയും തോന്നുന്നു.